നമസ്കാരം, ഇറ്റ്സ് മീ അനുറ. മീനിങ് മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ഈ വീഡിയോ ഇറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ എന്നെ നല്ല സ്വീകാര്യത പറയുന്നുണ്ട്. ഒരുപാട് മോട്ടിവേഷൻ, സാറ് ഇനിയും വീഡിയോകൾ ഇറക്കണം, നന്നായിട്ടുണ്ട്. ചില ആൾക്കാർ പറയുന്നത് ആ സൗണ്ട് ശരിയായിട്ടില്ല, ഇല്ലെങ്കിൽ പുറകിൽ മ്യൂസിക് ശരിയായിട്ടില്ല. പേഴ്സണലായിട്ട് എന്നെ വിളിച്ച് പറയുന്നുണ്ട്. എനിക്ക് അവരോടെല്ലാം പറയാനുള്ളത്, നിങ്ങൾ ആ കമൻറ്റ് ബോക്സ് തന്നെ വന്നിട്ട് നല്ലതായാലും മോശമായിട്ടുള്ള കാര്യങ്ങൾ എഴുതാം. അതുപോലെ ഒരുപാട് ആൾക്കാർ ഇത് ലൈക്ക് ചെയ്യുന്ന പോലുമില്ല, കണ്ടുപോകുന്നുണ്ട്. വ്യൂവേഴ്സ് ഒരുപാടുണ്ട്, 2000 മേലെ വ്യൂവേഴ്സ് ഉണ്ട്. പക്ഷേങ്കിൽ ഒരു 50 പേര് പോലും ലൈക്ക് ചെയ്യുന്നില്ല. ലൈക്ക് ചെയ്യുമ്പോൾ യൂട്യൂബിലേക്ക് നമുക്ക് എല്ലാവർക്കും അത് യൂട്യൂബ് കൂടി മോണിറ്റർ ചെയ്യുന്ന ഒരു അവസ്ഥ എത്തുന്നത്. അവർ കൂടുതൽ ആൾക്കാർക്ക് എത്തണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഞാൻ ഓരോ ദിവസവും പുതിയ പുതിയ വിഷയങ്ങൾ ഞാൻ കണ്ടുപിടിച്ച് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നമ്മൾ സെയിൽസിനും മാർക്കറ്റിങ്ങിനും ലൈഫിനും ഉപകാരപ്പെടുന്ന രീതിയിലാണ്. അത് എനിക്കുള്ള വളർച്ച കൂടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഞാൻ ഒരു സ്ഥലത്ത് പോയി ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് ആ ട്രെയിനിങ് എടുക്കുന്ന ഒരു 10, 50 അല്ലെങ്കിൽ 100, 150 വരുന്ന ആൾക്കാർക്ക് മാത്രമാണ് അത് ഉപയോഗപ്പെടുക. നേരെ വെച്ച് ഈ വീഡിയോ കാണുന്ന സമയത്ത് ഏവർക്കും അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ഈ കാര്യങ്ങൾ എത്തിക്കാൻ സാധിച്ചാൽ നമുക്ക് ഒരു മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നൊരു ഉപകാരം കൂടിയായിരിക്കും. അതുപോലെ എനിക്ക് തരുന്നൊരു സപ്പോർട്ട് കൂടിയായിരിക്കും. അതുകൊണ്ട് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇത് മറ്റുള്ളവർക്ക് കൂടി എത്തിക്കാനുള്ള ഒരു സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതയെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വിഷയം, ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം സെക്യൂരിറ്റി ക്ലോസിംഗ് ആണ്. നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് പ്രൊഡക്റ്റ് വാങ്ങിക്കണമെന്ന് ഉള്ള ചിന്തയുണ്ടാവില്ല. എപ്പോഴും അവർക്ക് ആ പ്രൊഡക്റ്റ് വാങ്ങിക്കണമെന്ന് ചിന്ത വരണമെങ്കിൽ അവർക്ക് എന്തിനാണ് ഈ പ്രോഡക്റ്റ് വാങ്ങിക്കേണ്ട ആവശ്യകത എന്ന് നമ്മൾ പറഞ്ഞ് അവരെ ബോധിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ അവർക്ക് ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്ന ഈ പ്രോഡക്റ്റ് മേടിച്ചാലുള്ള ഗുണം അവർക്ക് ഭാവിയിൽ സുരക്ഷിതമായി ജീവിക്കാൻ പറ്റുന്നൊരു അവസ്ഥ ഉണ്ടാകും. പല മാർക്കറ്റിംഗ് കമ്പനികൾക്ക്, അല്ലെങ്കിൽ പല ഇൻഷുറൻസ് കമ്പനികൾക്ക്, അല്ലെങ്കിൽ പല സ്ഥാപനങ്ങൾക്കും ഈ പെൻഷൻ പദ്ധതി പോലത്തെ പദ്ധതികളുണ്ടാവാം. ഇല്ലെങ്കിൽ കുട്ടികളുടെ മാരേജ് സ്കീമുമായിട്ട് ബന്ധപ്പെടുന്ന പദ്ധതികളുണ്ടാവാം. അതുപോലെ തന്നെ ഈ കുട്ടികളുടെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെടുന്ന പദ്ധതികളുണ്ടാവാം. ഒരുപാട് ആൾക്കാർ ഗൾഫിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഗൾഫിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർ എന്നും ഗൾഫിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ എന്തെങ്കിലും നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണ്. ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ബിസിനസ് എന്നും ഒരേപോലെ ഉയർന്നു പോകണമെന്നില്ല ഒരു നിർബന്ധമില്ലാത്ത സംഭവമാണ് ബിസിനസ്. അതുകൊണ്ടാണ് പല ആൾക്കാരും ബിസിനസ്സിലേക്ക് ഇറങ്ങാതിരിക്കുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ അവരുടെ ബിസിനസ് ഒരു വിഷമം വന്നാൽ, അല്ലെങ്കിൽ അവർക്ക് ഗൾഫിൽ നിന്ന് തിരിച്ചു വരാനുള്ള ഒരു അവസരം വന്നാൽ, ഇല്ല മകളുടെ കല്യാണം കഴിപ്പിക്കേണ്ട ഒരു ആവശ്യം വന്നാൽ, ഇല്ല മകൻ്റെ പഠനത്തിന് വേണ്ടി ഒരു ആവശ്യം വന്നാൽ, അവർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അവർക്ക് സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിൽ ചെറുങ്ങനെ ഒരു ഭയത്തോടു കൂടി നമ്മൾ ഭാവിയെ കാണുന്ന അവസ്ഥ, ഭാവിയെക്കുറിച്ച് ഒരു ചിന്തയില്ലാതെ നടക്കുന്ന ആൾക്കാരുണ്ടാവും അടിച്ചു പൊളിച്ചിട്ട്. പക്ഷെ അവർക്ക് കൂടി ഈ ഭാവിയെക്കുറിച്ച് ബോധം വരുന്ന രീതിയിൽ ആ ഒരു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചാൽ, ഉദാഹരണം പറഞ്ഞാൽ ഏതൊരു വ്യക്തിയോടും ചോദിക്കാൻ പറ്റുന്ന കാര്യമാണ് ഈ കാലത്ത് ഉള്ള ആരോഗ്യവും നിങ്ങൾക്കുള്ള ഈ പ്രായത്തിലെ വയസ്സിലൊക്കെ ഉണ്ടാകുന്ന ഇതൊക്കെ നിങ്ങൾക്ക് ഒരു 10-60 വയസ്സ് കഴിഞ്ഞാൽ ഉണ്ടാകുമോ? അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാവില്ല എന്നായിരിക്കും അവരുടെ മറുപടി. ആ സമയത്ത് അവരോട് പറയാൻ പറ്റും, നിങ്ങൾക്ക് പറ്റുന്ന പദ്ധതി ഇങ്ങനെയുണ്ട്, നമുക്ക് ഒരു പെൻഷൻ പദ്ധതി ഉണ്ട്, അത് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഏത് പ്രൊഡക്റ്റായാലും ശരി, ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഭാവിയിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സംഭവമാണ്. ഭാവിയിൽ നിങ്ങൾക്ക് ഇത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യം വരുന്ന സംഗതിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ആവശ്യം വരുന്ന നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അങ്ങനെ ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ഏത് പ്രൊഡക്റ്റും ആ പ്രൊഡക്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റി നിങ്ങൾക്ക് ഉചിതമായ രീതിയിൽ അത് അവർക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്താൽ ഏതൊരു വ്യക്തിയും ഏതൊരു പ്രൊഡക്റ്റും വാങ്ങിക്കുന്നില്ലതാണ്. അവർക്ക് ആവശ്യമുണ്ടെങ്കിലേ ആരും തന്നെ ഏതൊരു പ്രോഡക്റ്റും വാങ്ങിക്കാൻ തയ്യാറാവും. അതുകൊണ്ട് നമുക്ക് സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ സംസാരിക്കുക. നിങ്ങൾ എന്നിട്ട് സെയിൽസ് ക്ലോസ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു നല്ല ചുമതല നേരുന്നു.